ഡ്രസ്സിംഗ് ധാരണയെക്കുറിച്ച് താങ്കൾ പറഞ്ഞു, അവരവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷേ താങ്കൾ മാത്രമാണ് ആ ഒരു ചർച്ചയ്ക്ക് ബോച്ചയുടെ ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ എപ്പോഴും ഈ എതിർ അഭിപ്രായങ്ങളുമായിട്ട് എതിർ ചർച്ചയിൽ നിൽക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട്. ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് വിഷയം വന്നാലും അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ചർച്ചയ്ക്കാണ് രാഹുൽ ഈശ്വറിനെ എല്ലാ ചാനലുകാരും ബന്ധപ്പെടുന്നു, രാഹുൽ ഈശ്വറിനെ വിളിക്കുന്നു. അതെന്താണ് അങ്ങനെ? ഞാനൊരു 5 ഉദാഹരണങ്ങൾ അങ്ങയുടെ അടക്കം ഓർമ്മയെന്ന് പറയാം. ശബരിമല വിധിന്യായം വന്നു, ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചു, മെയിൻ പാർട്ടീസ് എല്ലാം അംഗീകരിച്ചു. ഈ നാട്ടിലെ എല്ലാവരും വലിയ വിധിയാണ് നടപ്പാക്കണമെന്ന് പറഞ്ഞു. ഞാനടക്കം വിരലെണ്ണാവുന്ന ആൾക്കാർ മാത്രമാണ് ശബരിമല വിധിന്യായത്തെ എതിർത്തു വന്നത്. 4-1 സുപ്രീം കോടതി വെർഡിക്റ്റാണ്. സർവശക്തനായ ശ്രീ സഖാവ് പിണറായി വിജയനെ നടപ്പാക്കിയേ പറ്റൂന്നും 10,000 പോലീസുകാരപ്പുറത്ത് നിന്നിട്ടും ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞത് ഞങ്ങൾ സത്യം പറഞ്ഞുകൊണ്ടാണ്. മകരവിളക്ക്, മകരജ്യോതി എനിക്ക് ഓർമ്മ കാണും. ഏറ്റവും വലിയ സെൻസിറ്റീവ് വിഷയമായിട്ട് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, മകരജ്യോതി നക്ഷത്രമാണ്. മകരവിളക്ക് ആദിവാസികളുടെ പഴയ ഒരു ഉത്സവത്തിന്റെ ഭാഗമായി വരുന്നതാണ്, അവർക്ക് കൊടുക്കണം. ഇത് തെളിയിക്കുന്നതാണ്, ജ്വലിപ്പിക്കുന്നതാണ്. ഞാൻ അതിനെ തൊഴുന്ന ആളാണ്. ഈ ദീപാരാധന നടത്തുക, എനിക്ക് അന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് വിമർശനമൊന്നും, ആവശ്യമില്ലാത്ത വിഷയങ്ങൾ നീ എടുക്കരുത്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം അവസാനം ആ നിലപാട് അംഗീകരിച്ചാണ് ആ വിഷയം സെറ്റിൽ ചെയ്ത്. യുക്തിവാദികളൊക്കെ പോയിരുന്നു. അതിൽ ഒരു സന്തോഷമുണ്ട്. ഞാൻ ഫിൻലാൻഡിൽ പോയപ്പോൾ സനൽ എഡൻബർഗ് സാറിൻ്റെ വീട്ടിൽ പോയിരുന്നു. സനൽ എഡൻബർഗ് സാർ എന്നെ ഇതിൽ വളരെ അഭിനന്ദിക്കുകയും ചെയ്തു. പുള്ളി പറഞ്ഞു, രാഹുൽ ആർക്കും ഇലയ്ക്കും പുള്ളിനും കേടില്ലാത്ത രീതി അത് സോൾവ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ വിശ്വാസം രക്ഷിക്കുകയും ചെയ്തു, മകരജ്യോതി നക്ഷത്രം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ആ വിളക്കിന്റെ സാങ്ക്ടിറ്റി രക്ഷിച്ചു. ഇപ്പോഴും മലയേറിയന്മാർക്ക് അത് കൊടുത്തിട്ടില്ല, അത് കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ. ഈ പോലീസുകാരും KSEBക്കാരും പോയി ചെയ്യുന്ന പരിപാടി നിർത്തണം, അത് മലയേറിയന്മാർക്ക് കൊടുക്കണം. അവരുടെ റൈറ്റ് ആണ്, അവരാണ് 1000 വർഷം ചെയ്തത്. ഇനി നമ്മൾ ഈ കഴിഞ്ഞ 50 വർഷമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ വിഷയം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ശ്രീ വിജയബാബുവിന്റെ കേസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കേസിലും ദിലീപിന്റെ കേസ് ഭാവി തെളിയിക്കപ്പെടും. അപ്പം ക്രെഡിറ്റ് തന്നാൽ മതി. ഈ കേസുകളിലെല്ലാം ഞാൻ പറയുന്നത്, ഇപ്പൊ അരുൺകുമാറിനെ അടക്കം സപ്പോർട്ട് ചെയ്യുന്നതിൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം എതിർത്താ പറഞ്ഞത്. കണ്ണിന്റെ മുമ്പിൽ നമുക്ക് സത്യം കാണാം. ഈ ഒരുപാട് ചിന്തിച്ച് സത്യമൊന്നും കണ്ടെത്തണ്ട. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ട്രൂത്ത് ഈസ് ഇൻ പ്ലെയിൻ സൈറ്റ്. ഇത് നോക്കി പറഞ്ഞാൽ മതി. പലപ്പോഴും ഈ സത്യം പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ അറിയാമെന്നറിയില്ല, ഗാന്ധിജിയെ കയ്യിൽ പച്ച കുത്തിയിട്ടുള്ള വ്യക്തിയാണ്. ഒരുപക്ഷെ ഞാൻ പച്ച കുത്താൻ പോയപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, ആ പുള്ളി ഒരു ഫേമസ് ടാറ്റു ആർട്ടിസ്റ്റാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലും ഗാന്ധിജിയെ പച്ച കുത്തുന്നത്. ഞാൻ പറയുന്നത് 100% ശരിയുള്ള സത്യമുള്ള കാര്യങ്ങളായിരിക്കും. 2 എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പം ശരിയാണെന്നൊന്നുമില്ല. തെറ്റ് പറ്റിയാൽ ഞാൻ 100% മാപ്പ് പറഞ്ഞ് ക്ഷമ പറയുകയും ചെയ്യും. നമ്മുടെ കാക്കനാട് ഒരു ഹലാൽ അറ്റാക്ക് നടന്നു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ തുഷാരാജിത്ത് ഒരു സാധനം ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടുപോയി, ഞാൻ വിശ്വസിച്ചു അവർ പറയുന്നത് ശരിയാണ്, സ്ത്രീ പറഞ്ഞതല്ലേ എന്ന് വരച്ച് ഞാൻ അവർക്ക് അതിശക്തമായി സപ്പോർട്ടൊക്കെ ചെയ്തു. അടുത്ത ദിവസം പോലീസ് കണ്ടെത്തി അവരുടെ ഇടയിലുള്ള ഒരു വസ്തുതർക്കമായിരുന്നു. അതിലൊരു മുസ്ലിമും ഇൻവോൾവ് അല്ല, ഇവരും വേറൊരു RSകാരനും ക്രിസ്ത്യാനിയും തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു. അവരത് ഹലാൽ അറ്റാക്കാണ്, ഇതൊരു ഹലാൽ റിപ്പബ്ലിക്കായി മാറുന്നു, കാക്കനാട് ഈസ് ബിക്കമിങ് എ ഹലാൽ റിപ്പബ്ലിക് എന്ന് എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു. ഞാൻ അടുത്ത ദിവസം തന്നെ പറഞ്ഞു, തെറ്റിപ്പോയി, ക്ഷമിക്കണം, അതൊരു അബദ്ധം പറ്റിയതാണ്. ഒരു സ്ത്രീ പറഞ്ഞപ്പം, അത് ഹോസ്പിറ്റലിന്റെ ബെഡിലൊക്കെ കിടന്ന് പറഞ്ഞപ്പം നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുമല്ലോ. പൊതുവെ സ്ത്രീകൾ കള്ളം പറയില്ല എന്നുള്ളൊരു, അപ്പം തെറ്റ് പറ്റിയ 100% ഞാൻ അത് അംഗീകരിക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.